നമ്മൾ കൊച്ചിയിലെ കാസിയോ സ്റ്റോറിൽ നിന്നും 2 വാച്ചുകൾ വാങ്ങിയിരുന്നു. അതിലൊരെണ്ണാണിത്. വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ള ഒരു മോഡൽ വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മോഡലിലേക്ക് എത്തിയത്. യെസ്, ദ ഫേമസ് കാസിയോ GA 2100. തംബ്നെയിൽ വെറുതെ ഇട്ടതല്ല കേട്ടാ, അതിനെക്കുറിച്ചും പറയാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ടോപ്പ് സെല്ലിംഗ് ട്രെൻഡിങ് G-Shock സീരീസ് ആണ് GA 2100. 10,000 രൂപയിൽ താഴെ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് G-Shock, അല്ല ദ ബെസ്റ്റ് G-Shock തന്നെ പറയാം, അത് 2100 സീരീസ് ആണ്. കാരണം ഈ ഒരു പ്രൈസിൽ ഡിജിറ്റലും അനലോഗും ഉള്ള ഒരു G-Shock നമുക്ക് കിട്ടും. അതുകൊണ്ട് മാത്രമല്ല ഏട്ടാ ഞാൻ ഈ ഒരു വാച്ച് തിരഞ്ഞെടുക്കാൻ കാരണം, അത് കൂടാതെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, 2100 എന്നുള്ളത് ഈ ഒരു വാച്ചിന്റെ പേരല്ല, ഈ വാച്ച് അടങ്ങുന്ന ഈ ഒരു സീരീസിന്റെ പേരാണ്. 2100 സീരീസിൽ ഒരുപാട് വാച്ചുകളുണ്ട്. ഫുൾ മെറ്റൽ, മെറ്റൽ കവേർഡ്, സോളാർ ആൻഡ് ബ്ലൂടൂത്ത് ഉള്ളത്, ബേസിക് സീരീസ്, അതുപോലെ തന്നെ മിഡിൽ സൈസ് വേർഷൻ, ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതല്പം ചെറിയ സൈസ് ആണ്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് 2100 സീരീസിലെ ബേസിക് ലൈനപ്പിൽ നിന്നുള്ള ഒരു മോഡലാണ്. 2100 സീരീസ് ഏത് മോഡലായി കഴിഞ്ഞാലും ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ വാച്ചിനെ എന്തുകൊണ്ടാണ് കാസിയോക്ക് എന്ന് വിളിക്കുന്നുള്ളതാണ്. ലക്ഷറി വാച്ച് ബ്രാൻഡ് ആയിട്ടുള്ള ഓഡോമാസ്, പീഗെ, റോയലോക്കുമായിട്ടുള്ള കാഴ്ചയിലുള്ള ഒരു സാമ്യം കൊണ്ടാണ് ഈ ഒരു വാച്ചിന് കാസിയോക്ക് എന്നുള്ള പേര് വരാനായിട്ടുള്ള കാരണം. അതിനും ഒക്ടഗണൽ ബെസലാണ്, ഇതിലും ഒക്ടഗണൽ ബെസലാണ്. പക്ഷെ സാമ്യം അതോടുകൂടി തീർന്നു. പലരും പറയുന്നത് കാസിയോ റോയലോക്കിന്റെ ഡിസൈൻ കോപ്പി ചെയ്തെന്നാണ്. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല. 2019 GA 2100 കാസിയോ പുറത്തിറക്കുന്നത്. ആദ്യത്തെ G-Shock വാച്ച്, അതായത് DW 5000, ആ ഡിസൈൻ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലേക്ക് ഒരു അനലോഗ് ഡയൽ ആഡ് ചെയ്യാന്നുള്ളതായിരുന്നു കാസിയോയുടെ ലക്ഷ്യം. അങ്ങനെ അന്ന് വരെ ആരും കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ടിപ്പിക്കൽ G-Shockൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഒരു സെമി ഫോർമൽ G-Shock അവിടെ പിറവെടുക്കുകയാണ്. അതാണ് GA 2100 സീരീസ്. DW 5000 അതിനോട് സമാനമായിട്ടുള്ള ഡിസൈനാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ G 5600. ഇത് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ഡിജിറ്റൽ വാച്ച് ആണ്. സ്ക്വയർ ടൈപ്പ് G-Shock എന്നാണ് ഇതിനെ പൊതുവിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന് ശരിക്കും 8 വശങ്ങളുള്ള ഒരു ബസൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സ്ക്വയർ G-Shockകളിലുള്ള എല്ലാ എലമെന്റ്സും GA 2100 ബെസല്, കീസിന് നടുവിലുള്ള ഈ ഒരു ബമ്പ്, സ്ക്രീൻ പ്രൊട്ടക്ഷൻ ബാർ റൺ ചെയ്യാനുള്ള ഗ്രൂസ്, സെയിം ടൈപ്പ് സ്ട്രാപ്പ്, എന്തിനധികം സ്ട്രാപ്പ് എടുത്ത് പോലും സെയിം ആണ്. അങ്ങനെ നോക്കുമ്പോൾ ദ ഐക്കോണിക് സ്ക്വയർ G-Shockന്റെ പിൻഗാമിയാണ് 2019 ജനിച്ച GA 2100 സീരീസ്. അതാണ് ഈ വാച്ചിന്റെ വലിയ പ്രത്യേകതകളൊന്ന്. തീർന്നിട്ടില്ല മൂന്നാമത്തെ പ്രത്യേകത. അന്ന് വരെ ഒരു ബഡ്ജറ്റ് G-Shock വാച്ചുകളിൽ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു മെറ്റീരിയൽ കാസിയോ ഈ ഒരു G-Shockന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇതിനൊരു കാർബൺ കോർ ഗാർഡ് സ്ട്രക്ചറാണ് ഉപയോഗിച്ചത്. അതിന് പുറത്തായിട്ടാണ് റെസിൻ കവറിംഗ് ഉള്ളത്. കാർബൺ ഫൈബർ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലിം ആയി, അങ്ങനെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു G-Shock വാച്ചായിട്ട് ഇത് മാറി. ടോപ്പ് സെല്ലിംഗ് G-Shock ആണത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 2100 സീരീസിന്റെ പൊതുവിലുള്ള പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ വാച്ച് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണമല്ലോ. ഇനി നമുക്ക് നമ്മൾ വാങ്ങിച്ച വാച്ചിന്റെ വിശേഷങ്ങൾ പറയാം. GA 2100 AS-5A, അതാണ് ഈ വാച്ചിന്റെ മോഡൽ നെയിം. ഒരു ഒയാസിസ് ഇൻസ്പയർഡ് കളർ തീമുള്ള ഒരു വാച്ചാണത്. ഒയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുപ്പച്ച എന്നാണ് മലയാളം. ഇതിന്റെ കളർ ഒരു ബീജ് കളറാണ്, വെള്ളയല്ലട്ടാ. മരുഭൂമിയിലെ മണലിനോട് സാമ്യമുള്ള കളർ എന്നാണ് കാസിയോ പറയണത്. അതിന് നടുവിലെ മരുപ്പച്ചയിലെ തടാകത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ഡയലാണ് ഈ വാച്ചിന്റെ ഹൈലൈറ്റ്. അത് തന്നെയാണ് ഈ ഒരു കളർ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച കാര്യം. 2100 സീരീസിൽ ഒരു വാച്ച് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കുറെ നാളായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കളർ കണ്ടപ്പോൾ പിന്നെ വിട്ടുകളയാൻ തോന്നിയില്ല. കേസിനകത്തെ മെക്കാനിസം നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഭയങ്കര രസമാണ്. ഇത് ബേസ് വേരിയന്റ് ആണ് GA 2100 സീരീസ്. ഇതിൽ സോളാർ ചാർജിങ്ങും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവില്ല. അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ GA-B 2100 സീരീസ് എടുത്താൽ മതി. അതിലാവുമ്പോൾ ഇത് രണ്ടും ഉണ്ടാവും. ഏകദേശം ഈ ഒരു മോഡലിനേക്കാളും 2000 രൂപ കൂടുതൽ വരുള്ളൂ. ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, വളരെ സിമ്പിൾ ആണ്. G-Shock ആണെന്നുണ്ടെങ്കിലും സെമി ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാച്ചാണ്. ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ മോഡലാണ്. 45 mm ആണ് ഈ വാച്ചിന്റെ സൈസ്. ലെഗ് ടു ലെഗ് 49 mm വരുന്നുണ്ട്. 45 mm വാച്ച് ആയതുകൊണ്ട് തന്നെ ചെറിയ റിസ്റ്റ് ഉള്ളവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസ് ആണ്. കേസ് കാർബൺ ഫൈബർ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ ബാക്കിൽ കാർബൺ കോർ ഗാർഡ് എന്ന് എഴുതിക്കുന്നത് കാണാം. 5711 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബയോറസിൻ ഔട്ടർ കേസ് ആൻഡ് സ്ട്രാപ്പ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മോഡല് മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. ലെഗ് വിഡ്ത്ത് 16 mm ആണ്. പക്ഷെ ഇതിന്റെ സ്ട്രാപ്പ് വിഡ്ത്ത് ഇവിടെ 18 mm ആണ് കേട്ടോ. കാരണം ഇതിന്റെ സ്ട്രാപ്പിന് ഈ ഒരു ഭാഗത്ത് കുറച്ച് വണ്ണം കുറഞ്ഞുകൊണ്ട് ഇതിന്റെ സ്ട്രാപ്പ് മേടിക്കാൻ നമ്മൾ 16 mm സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കേണ്ടത്. അത് മാത്രമല്ല ഇതിൽ ക്വിക്ക് റിലീസ് സ്ട്രാപ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രാപ്സ് ഒക്കെ സ്വാപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. മിനറൽ ഗ്ലാസ് ആണ് ഈ ഒരു വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കയ്യിൽ കെട്ടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. എന്റെ റിസ്റ്റ് സൈസ് 6.5 ഇഞ്ച് ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ആസ് യൂഷ്വൽ 200 മീറ്റർ ആണ് ഇതിന്റെ വാട്ടർ റെസിസ്റ്റൻസ്. 3 വർഷമാണ് ഇതിന്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. ഇനി ഫീച്ചേഴ്സിലേക്ക് പോവാം. 4 കീസാണ് ഇവിടെ ഉള്ളത്. സാധാരണ G-Shockലുള്ള പോലെ തന്നെ അഡ്ജസ്റ്റ്, മോഡ്, ലൈറ്റ്, സ്റ്റാർട്ട്. വാച്ച് ഫേസിൽ ഹോം ടൈം ആണ് അനലോഗ് കാണിക്കുന്നത്. 3 o'clockനും 7 o'clockനും ഇടയിലായിട്ടാണ് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ളത്. വേൾഡ് ടൈം, സ്റ്റോപ്പ് വാച്ച്, കൗണ്ട് ഡൗൺ ടൈമർ, അലാം, അവർലി ടൈം സിഗ്നൽ എല്ലാം ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിലാണ് കാണിക്കുന്നത്. 9 o'clockൽ ഒരു
സബ് ഡയൽ ഉണ്ട്. ഡേ ആണ് ഇവിടെ കാണിക്കുന്നത്. ബ്ലൂടൂത്ത് ആൻഡ് സോളാർ ഉള്ളതിൽ അവിടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ ഹാൻഡ് ഷിഫ്റ്റ് ഫീച്ചർ ഉണ്ട്. അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ സൂചികളെല്ലാം തന്നെ ഈ ഒരു LCD ഡിസ്പ്ലേനെ മറക്കാത്ത തരത്തിൽ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേൾഡ് ടൈം വരും. 31 ടൈം സോൺസിലായിട്ട് 48 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾഡ് ടൈം ഇതിലുണ്ട്. ഡോട്ട് മാട്രിക്സും 7 സെഗ്മെന്റ് ഡിസ്പ്ലേയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈം സോൺ ആണെന്നുള്ളത് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. എലാപ്സ് ടൈമും സ്പ്ലിറ്റ് ടൈമും കാണിക്കുന്ന സ്റ്റോപ്പ് വാച്ച് ആണ് ഇതിലുള്ളത്. പിന്നെ 24 അവർ കൗണ്ട് ഡൗൺ ടൈം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ട്. 5 അലാം ഉണ്ട്. അവർലി ടൈം സിഗ്നൽ സെറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർ ഇലുമിനേറ്റർ ടൈപ്പ് ആണ്. വൈറ്റ് കളർ LED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് ഡ്യൂറേഷൻ നമുക്ക് 1 സെക്കൻഡ് ആയിട്ടും 3 സെക്കൻഡ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. 2099 വരെയുള്ള ഓട്ടോ കലണ്ടർ ഇതിലുണ്ട്. പ്ലസ് ഓർ മൈനസ് 15 സെക്കൻഡ്സ് പെർ മന്ത് ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. അത് അത്യാവശ്യം നല്ലൊരു ആക്യുറസി ആണ്. 12 അവർ 24 അവർ ഫോർമാറ്റ്, ഡേ, ഡേറ്റ്, മന്ത് എല്ലാം കാണിക്കും. പിന്നെ ബട്ടൺ സൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാനും പറ്റും. വാച്ച് ഡേയിൽ നല്ല അടിപൊളിയായിട്ട് ഇലുമിനേറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഇലുമിനേറ്റർ ടൈപ്പിൽ പെട്ട ഒരു ലൈറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇരുട്ടത് നമുക്ക് കാണാൻ പറ്റും. 2 വർഷമാണ് ഈ വാച്ചിന്റെ വാറണ്ടി. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഡീഷണൽ 6 മന്ത്സ് വാറണ്ടി കൂടി കിട്ടും. ഇനി ഉപയോഗിച്ചതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല, ഞാൻ പലർക്കും വിശ്വസിച്ച് സജസ്റ്റ് ചെയ്യുന്ന ഒരു സീരീസാണ് 2100 സീരീസ്. വളരെ കംഫർട്ടബിൾ ആണ്. ഈ ഒരു ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ചെറിയ റിസ്റ്റ് സൈസ് ഉള്ളവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. വെറും 51 ഗ്രാം മാത്രമേ ഇതിന് ഭാരമുള്ളൂ. അതുകൊണ്ട് കയ്യിൽ കിടക്കുന്നത് പോലും അറിയില്ല. വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഇതൊരു ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ വാച്ച് ആയതുകൊണ്ട് തന്നെ അനലോഗിന്റെ ഒരു ലുക്കും നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഈ ഡിജിറ്റലിന്റെ ഗുണങ്ങളും, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് അതും നമുക്ക് കിട്ടും. നിങ്ങൾ ഒരേ ഒരു വാച്ച് വാങ്ങാനേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വാച്ച് വാങ്ങാട്ടോ. ഇതാകുമ്പോൾ ഒരു സെമി ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വാട്ടർ സ്പോർട്സിന് ആയി കഴിഞ്ഞാലും ഹൈക്കിങ്ങിലായാലും റൈഡിങ്ങിനായാലും ഒക്കെ യൂസ് ചെയ്യാം. അത്യാവശ്യം ഓഫീസിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. 10,000 രൂപയിൽ താഴെ ബെസ്റ്റ് G-Shock ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സീരീസ് ആണ് 2100 സീരീസ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വാങ്ങാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോളാറും ബ്ലൂടൂത്തും വേണമെന്നുള്ളവർക്ക് ഇതിന്റെ GAB 2100 സീരീസ് കൊടുക്കാം. ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കുറച്ച് സൈസ് കുറഞ്ഞ മോഡൽ വരുന്നുണ്ട്. അതായത് GMA S 2100 സീരീസ് അതിൽ നിന്ന് കൊടുക്കാം. കുറച്ചും കൂടി പ്രീമിയം ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2100 സീരീസിൽ തന്നെ മെറ്റൽ കവേർഡോ അല്ലെങ്കിൽ ഫുൾ മെറ്റൽ വാച്ചുകൾ കൊടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,000 രൂപ മുതൽ മുകളിലേക്കാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി വാച്ചുകൾ എന്ന് പറയുന്നത് GA 2100 സീരീസ്, GAB 2100 സീരീസിലുള്ള വാച്ചുകൾ തന്നെയാണ്. ഞാൻ ഈ വാച്ച് എടുത്തത് കാസിയോ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ നിന്നാണ്. അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത വാച്ചുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.